കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. വിവാഹ പൊരുത്തം ഏതെല്ലാം നാളുകൾ പരസ്പരം ചേർക്കാം? അതായത് സാധാരണ ജാതകം നോക്കുമ്പോൾ നമ്മൾ സ്ത്രീയുടെയും പുരുഷന്റെയും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജാതകം തമ്മിൽ ചേർച്ച നോക്കുമ്പോൾ ചിലവര് മധ്യമ പൊരുത്തം, ചിലത് ഉത്കൃഷ്ട പൊരുത്തം, ചിലത് ഉത്തമ പൊരുത്തം ഉണ്ടാവും. അതായത് മധ്യമ പൊരുത്തമാണെങ്കിൽ ഒരു 5-5.5 പൊരുത്തമൊക്കെ വരാം. ഉത്കൃഷ്ട പൊരുത്തമാണെങ്കിൽ 6-6.5 ആവാം. ഉത്കൃഷ്ടം 7 വരെ എടുത്താലും വിരോധമില്ല. മധ്യമ ഉത്തമ പൊരുത്തമാണെങ്കിൽ 9 വരെയാണ് സാധാരണ പൊരുത്തം നോക്കാറുള്ളത്. ഇനി ഇപ്പൊ പറയുന്ന ഈ പൊരുത്തം കോമൺ ആയിട്ട് ഒരു നാള് വെച്ച് സ്ത്രീയുടെ നാളിൽ നിന്ന് പുരുഷന്റെ നാൾ ഏതെല്ലാം ചേർക്കാം, അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇപ്പം പറയുന്നത്. പിന്നീട് ഓരോ ജാതകവും വെച്ചിട്ട് ഗ്രഹനില നോക്കിയിട്ട് ആ ജാതകത്തില് സ്ത്രീയുടേതിലും പുരുഷന്റേതിലും പാപസാമ്യമോ വൈധവ്യമോ ഭർത്തൃമരണമോ ഭാര്യമരണമോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ശുദ്ധജാതകമാണോ പാപജാതകമാണോ ഇതെല്ലാം നമ്മൾ ജാതകം വെച്ച് ഒത്തുനോക്കി എടുക്കണം. ഇത് നമ്മളിവിടെ പറയുന്നത് പൊതുവിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കോമൺ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് മാത്രമാണ്. അതായത് സ്ത്രീ നക്ഷത്രം അശ്വതി ആണെങ്കിൽ, സ്ത്രീയുടെ നക്ഷത്രം അശ്വതി ആണെങ്കിൽ, മേടക്കൂറിലാണെങ്കിൽ പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെ ചേർക്കാൻ നോക്കാം നമുക്ക്. അശ്വതി, പുരുഷ നക്ഷത്രം അശ്വതി ആണെങ്കിലും കുഴപ്പമില്ല. ഭരണി, രോഹിണി, അത്തം, വിശാഖം. വിശാഖത്തില് 1, 2, 3 പാദങ്ങൾ നമുക്ക് ചേർക്കാം. മേടക്കൂറായ അശ്വതി നാളിന് 1, 2, 3 വിശാഖം ചേർക്കാം. പിന്നെ തൃക്കേട്ട, മൂലം, പൂരാടം, പൂരോരുട്ടാതി. പൂരോരുട്ടാതിയില് 2ാം പാദം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 3, 4 ചേർക്കരുത്. 2ാം പാദം, പൂരോരുട്ടാതി 2ാം പാദം മാത്രം, അതായത് ആദ്യത്തെ പാദം മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഉത്രട്ടാതി, രേവതി, തിരുവോണം ഉത്തമമാണ്. തിരുവോണ നക്ഷത്രം ഉത്തമ ജാതകമാണ് അശ്വതിക്ക്. അനിഴം ഉത്തമമാണ്, ഉത്തമ പൊരുത്തമുള്ളതാണ്. വിശാഖം 4ാം പാദം, വിശാഖം 4ാം പാദം ഉത്തമ പൊരുത്താണ്. ഞാനിവിടെ മധ്യമ പൊരുത്തം ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം ഉത്കൃഷ്ടവും ഉത്തമവും കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് മധ്യമം വരുന്നുള്ളൂ. അത് ജാതകം വെച്ച് നോക്കുമ്പോൾ മാത്രം നമ്മൾ ചർച്ചയിലേക്ക് എടുക്കുക. പിന്നെ ചോതി ഉത്തമമാണ്, അശ്വതിക്ക് ചോതി ഉത്തമ പൊരുത്തമാണ്. സ്ത്രീ ജാതകമാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. അതിന് ചേർക്കാവുന്ന പുരുഷ ജാതകങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് അടുത്തത് ഭരണിയാണ്. ഭരണി നക്ഷത്രത്തിന് സ്ത്രീ നക്ഷത്രം ഭരണിയാണെങ്കിൽ ഭരണി നക്ഷത്രം ചേർക്കാവുന്ന നാളുകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്റെ നാളുകൾ അശ്വതി ചേർക്കാം. പിന്നെ വിശാഖം 1, 2, 3 ചേർക്കാം. വിശാഖം നക്ഷത്രത്തിൽ 1ാം പാദവും 2ാം പാദവും 3ാം പാദവും ചേർക്കാം. വിശാഖം 4ാം പാദം അത് ഉത്തമ പൊരുത്താണ്. വിശാഖം 4ാം പാദം ഉത്തമ പൊരുത്താണ്. അനിഴം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം, പുരോരുട്ടാതി, രേവതി ഇവയൊക്കെ ചെയ്യാം. ഇതിൽ ഉത്കൃഷ്ട പൊരുത്തവും ഉത്തമ പൊരുത്തവും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. മധ്യമം നമ്മൾ എടുത്തിട്ടില്ല. മധ്യമ പൊരുത്തം ചേർക്കണമെങ്കിൽ 4 പൊരുത്തം, 4, 5 ഒക്കെ ആയിരിക്കും പൊരുത്തം. അത് നിങ്ങൾ ഒരു ജാതകം 2 ജാതകവും കൂടെ വെച്ച് നോക്കി അവരുടെ ജനന സമയവും എല്ലാം വെച്ച് നോക്കിയതിന് ശേഷം മാത്രം മധ്യമ പൊരുത്തം ചേർക്കാം. മധ്യമം ഒരുവിധമുള്ള എല്ലാ ജാതകങ്ങളും മധ്യമ പൊരുത്തം, 5 പൊരുത്തം, 4 പൊരുത്തമൊക്കെ വരാറുണ്ട്. അതിൽ രജ്ജു പൊരുത്തം, യോനി പൊരുത്തം ഇതെല്ലാം വളരെയേറെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ജാതകങ്ങൾ അങ്ങനെ ചർച്ചയ്ക്ക് എടുക്കാറുള്ളൂ. ഇത് ഉത്തമ പൊരുത്തങ്ങളാണ് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്.